1856 മുതൽ 1900 വരെ ജീവിച്ച ഓസ്കാർ വൈൽഡിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ്. അത് കാരണം 1892 അദ്ദേഹം എഴുതിയ ലേഡി വിൻ്റർമെയറുടെ വിശറി എൻ്റെ കഥാതന്തുവിനെ കൊണ്ട് വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ല, ഒരു നാടകമല്ല, അത്ര പ്രാധാന്യമുള്ളൊരു നാടകമല്ല അത്. പക്ഷേ സരസമായ രീതിയിൽ ഈ സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയെ വരച്ചു കാട്ടുന്ന ഒരു നാടകമാണ്. സൊസൈറ്റിയുടെ ഹിപ്പോക്രസികളിൽ ഒരു നാളും വിശ്വാസമില്ലാതിരുന്ന നാരായണൻ അത് വിവർത്തനം ചെയ്തത് തികച്ചും സ്വാഭാവികമായൊരു സംഭവം മാത്രമാണ്. ഇതിപ്പോൾ അദ്ദേഹം ചെയ്തത് കുട്ടികൾക്ക്, അന്നത്തെ ആ കാലത്തെ കുട്ടികൾക്ക് നാടകം അഭിനയിക്കാൻ വേണ്ടിയാണ്. എന്നാലും അത് ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ബെർണാഡ് ഷാ ജനിച്ചതും 1856 നിഷേ, വാഗ്നർ, മാർക്സ്, ഇബ്സൺ എന്നിവരുടെ ആശയങ്ങൾ സാമുവൽ ബട്ട്ലറിലൂടെയാണ് ഷായ്ക്ക് ലഭിക്കുന്നത്. സമൂഹം അംഗീകരിച്ച മാമൂലുകളെ ധീരമായി എതിർക്കുന്ന സാമുവൽ ബട്ട്ലറുടെ സമ്പ്രദായം ബെർണാഡ് ഷോയിൽ കാണാം. ബ്രഹ്മചാരിയായ ബെർണാഡ് ഷായുടെ ഒരു സിദ്ധാന്തം ജനതയുടെ വളർച്ച കഴിവുള്ള സ്ത്രീ പുരുഷന്മാരുടെ സംയോഗബലമായി ഉണ്ടാവുന്ന കഴിവുള്ള പൗരന്മാരിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഇതൊരു വിരോധാഭാസമാണ് എന്നുള്ളത് നമുക്ക് വിരോധാഭാസമാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ഭാരതത്തിൽ ഈ സിദ്ധാന്തം വളരെ കാലമായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് നിലനിന്നിരുന്നു എന്നതും ഒരു സത്യമാണ്. ഋഷിമാർക്ക് നിസ്സംഗതയോടെ രതിയെയും സ്ത്രീ പുരുഷ സംയോഗത്തെയും കുറിച്ച് സംസാരിക്കാം എന്ന് ഭാരതത്തെപ്പോലെ അറിയുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാവാൻ വഴിയില്ല. എന്നിട്ടും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ലൈംഗിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആഭാസത്തരം മാത്രമാണ് എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഋഷിയെപ്പോലെ നിസ്സംഗതയോടെ ശാസ്ത്രബോധത്തോടെ രതിയെ സമീപിച്ച നാലപ്പാടൻ സ്വാഭാവികമായും സമൂഹ മനസ്സാക്ഷിയെ അമ്പരപ്പിച്ചു എന്നല്ല, ഞെട്ടിച്ചു. പല യാഥാസ്ഥികന്മാരെയും അദ്ദേഹം നിരാശപ്പെടുത്തി, നെറ്റിച്ചുളിയിച്ചു. ഷായെക്കുറിച്ച് നിരൂപകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: For the expected he is quite willing to substitute surprise, and for surprise disappointment. ഇത് നാലപ്പാടൻ രതി സാമ്രാജ്യം എഴുതിയപ്പോൾ അത് അന്വേഷണമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള എഴുത്തുകളെയൊക്കെ സ്വന്തം അമ്മ അടക്കം ചോദിച്ചു, ഇത് വേണാ കുട്ട, അത് കേക്കിന് കിരീടം വെച്ചിട്ട് ഇത് വേണ്ടിയിരുന്നു എന്ന് അമ്മ അടക്കം ചോദിച്ചു എന്നാണ് പറയുന്നത്. അതൊരു വളരെ ശാസ്ത്രീയമായ ഗ്രന്ഥമാണ്, അതിൽ ആഭാസത്തരമൊന്നും ഇല്ല. ഞാനത് വളരെ പ്രായമായ ശേഷം ഞാനത് വായിച്ചത്. അമ്മയുടെയൊക്കെ വിചാരം അത് അതിൽ കുട്ടികൾ വായിക്കാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, നമുക്കതിലൊന്നും അങ്ങനെ ബയോളജിക്കലായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ബുക്ക് മാത്രമാണത്. അല്ലാണ്ട് ഇപ്പം ഈ എഴുതി കൂട്ടുന്ന ആഭാസത്തരമൊന്നും അതിലില്ല. അത് പക്ഷേ അന്നത്തെ കാലത്തത് ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ പേരിലാണ് കുഴപ്പമുണ്ടായിരുന്നത്. പക്ഷെ ഏറ്റവും ആ നാലപ്പാടനോട് അടുത്ത് നിൽക്കുന്ന ആശയങ്ങളുള്ള ഒരാൾ വില്യം ബട്ട്ലർ യേറ്റ്സ് ആണ്. അദ്ദേഹം 1865 മുതൽ 1939 വരെ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ആംബി തിയേറ്റർ സംഘടിപ്പിച്ച് നാടകങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രശസ്ത കവിയാണ്, ഐറിഷ് കവിയാണ്. ചിന്താപരവും തത്വചിന്തകളാൽ പ്രബുദ്ധവും ഗാനാത്മകവുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. എങ്കിലും കവിതാരംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം തൻ്റെ കാലത്തെ നാടകശാലയ്ക്കും ചില സംഭാവനകൾ നൽകി. ഇതിൽ നാലപ്പാടനും യേറ്റ്സും തമ്മിലുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സായിരുന്നു. യേറ്റ്സിനെ ഇന്നർ എസോട്ടറിക് സൈക്കിളിൽ തിയോസഫിക്കൽ സൊസൈറ്റി അംഗമാക്കി. നാലപ്പാടനെയും ക്ഷണിച്ചിരുന്നു. അവർ വലിയൊരു ചടങ്ങൊക്കെ സംഘടിപ്പിച്ച് അതിൽ വെച്ചിട്ട് നാലപ്പാടനെ അതിലേക്ക് ഇന്നർ എസോട്ടറിക് സൈക്കിളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിലേക്ക് എടുക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ നാലപ്പാടൻ ചേർന്നില്ല. അദ്ദേഹത്തിന് അവരുടെ ചില ഇന്ന പ്രതിജ്ഞകൾ എടുത്താലേ ചേർക്കൂ എന്നുള്ള ആ ഒരു ഇത് ഞാനങ്ങനെ അദ്ദേഹത്തിന് വളരെ ഉറപ്പായിരുന്നു. ഞാൻ ഈ പ്രതിജ്ഞ ഇവരുടെ മുമ്പിൽ എടുക്കാതെ ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ ഇവരുടെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കണം, ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ ഇത്. അദ്ദേഹത്തിൽ അങ്ങനത്തെ ഒരു സ്വഭാവം അതുണ്ട് അദ്ദേഹത്തിന്. പ്രോബബ്ലി ചെറിയൊരു കഷ്ണം എൻ്റെ തലയിലുണ്ട് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും നിർബന്ധമായിട്ട് ആക്കി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് അത് കുറച്ച് നമ്മുടെ കരിയറിന് അത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ മനസ്സാക്ഷിക്ക് വളരെ സുഖമുള്ളൊരു കാര്യമാണത്. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോൾ കവിതാരംഗത്ത് ടെന്നിസൻ്റെ പ്രശസ്തിക്ക് മങ്ങലേറ്റു. കാർലൈലിൻ്റെ പ്രശസ്തിക്ക് ശോഭ കൂടി. പിന്നെയാണ് 1840 മുതൽ 1928 വരെ ജീവിച്ച തോമസ് ഹാർഡി കവിതയിലും നോവലിലും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 ശതകങ്ങളെ സമൃദ്ധമാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല കവികളിൽ ഏറ്റവും ശക്തനായ ഈ കവി ആദ്യം കവിതകളും അവസാനം ഗദ്യവും എഴുതിയ ആളാണ്. നോവലുകൾ
താൻ ജീവിച്ച വെസെക്സിൻ്റെ, താൻ അനുഭവിച്ച ഗ്രാമഭംഗികളെ പശ്ചാത്തലമാക്കി കവിതകളും നോവലുകളും രചിച്ച ഹാഡിയെ നിഷേധിയായിട്ടും ഈശ്വരനിൽ വിശ്വസിക്കാത്തവനുമായിട്ട് പലരും മുദ്രകുത്തി. താൻ ഒരിക്കൽ ആരാധിച്ചിരുന്ന ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ ഹാഡി എഴുതിയ ഒരു വിലാപകാവ്യം മാത്രമാണ് ഒരു പ്രേമഭാജനത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അന്നത്തെ ഒരു കവി എഴുതിയ ഒരേ ഒരു എലിജി. ഭാര്യയല്ല. ഒരുപക്ഷെ നാലപ്പാടനും തോമസ് ഹാഡിയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം രസകരമായിരിക്കും. ഈ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ അതുണ്ട്. അതുകൊണ്ട് അതിവിടെ ഇപ്പോൾ വിവരിക്കുന്നില്ല. വില്യം ബട്ട്ലർ യേറ്റ്സിൻ്റെ ഐറിഷ് മനസ്സ് ഒരു മിസ്റ്റിക്കൽ മനസ്സായിരുന്നില്ല, ശൈക്ഷണികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ ജോർജ് ഡബ്ല്യു റസൽ ഒരു മിസ്റ്റിക്കായിരുന്നു. എല്ലാ മിസ്റ്റിക്കുകളെയും പോലെ ഒരേ ഒരു ആശയം മാത്രം പ്രകാശിപ്പിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തിയിരുന്നു. പുരാതനമായ ഒരു മിത്തോളജിയുടെ നാടാണ് അയർലൻഡ്. സെൽറ്റിക് അവശിഷ്ടങ്ങളും ഐറിഷ് മിത്തോളജിയും പുരാതന കാലത്ത് ഭാരതീയരും ഗ്രീക്കുകാരും ഈജിപ്തുകാരും വളർത്തിയെടുത്ത ഒരു പഴയ സംസ്കാരത്തിൻ്റെ ബാക്കിയാണെന്ന് റസൽ വിശ്വസിച്ചിരുന്നു. ശൈക്ഷണികമായ കഴിവും അദ്വൈതമായ ഒരു അന്തഃസത്തയുടെ ഉണ്മയെക്കുറിച്ചുള്ള മിസ്റ്റിക് ദർശനം പ്രകടിപ്പിക്കുന്ന കവിതകളും നാലപ്പാടിൽ ഒരു യേറ്റ്സിനെയും ഒരു റസലിനെയും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ആകൃഷ്ടയായ ഐറിഷ് വനിത ആനി ബസന്റിനെ മിസ്റ്റിക് ആശയങ്ങൾ ഉൾക്കൊണ്ട നാലപ്പാടൻ്റെ മനസ്സിലാക്കിയതിൻ്റെ കാരണം തേടിപ്പോകുന്ന പക്ഷം ഐറിഷ് മിത്തോളജി ഭാരതത്തിൻ്റെ മിത്തോളജിയുടെ അവശിഷ്ടമാണ് എന്ന റസലിൻ്റെ മിസ്റ്റിക് വിശ്വാസം സഹായകമായിരിക്കും.